ബംഗാളിൽ കാവി വസന്തത്തിന് തീയതി കുറിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മെയ് 5-ന് പശ്ചിമബംഗാളിൽ BJP മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം പുതിയ തലത്തിലേക്ക് മാറി. വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചൊല്ലി മമതാ ബാനർജിയും നീതിപീഠത്തെ കടന്നാക്രമിക്കുന്നതായും അമിത്ഷാ പറഞ്ഞു. കേവല ഭൂരിപക്ഷം മറികടന്ന BJP അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കുവച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ സത്യപ്രതിജ്ഞാ തീയതി പ്രഖ്യാപിച്ച ആഭ്യന്തരമന്ത്രിയുടെ നീക്കം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ബംഗാൾ രാഷ്ട്രീയം സജീവമായി ചർച്ച ചെയ്യുന്ന SIR അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനെ കുറിച്ച് അമിത്ഷാ തന്റെ നിലപാട് വ്യക്തമാക്കി. വോട്ടർ പട്ടിക പുതുക്കുന്നത് ഹിന്ദു മുസ്ലിം വിഷയമല്ലെന്നും മറിച്ചത് രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇത്രയും കാലം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച മമതാ ബാനർജി ഇപ്പോൾ നീതിപീഠത്തെ വരെ വിമർശിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. SIR നടപടികൾ പൂർണ്ണമായും ജുഡീഷ്യറിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണെന്നും ജുഡീഷ്യൽ ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ പ്രക്രിയയെ മമത ഭയക്കുന്നത് തോൽവി ഉറപ്പായതുകൊണ്ടാണെന്നും അദ്ദേഹം പരിഹസിച്ചു. देखिए, इस बार बंगाल की जनता निश्चित रूप से बंगाल में परिवर्तन करने जा रही है और 5 तारीख को भारतीय जनता पार्टी का मुख्यमंत्री यहाँ शपथ लेगा, वो सुनिश्चित। देखिए, हिंदू मुस्लिम का मसला नहीं है। ममता बनर्जी चुनाव आयोग पर तो आरोप लगाए, तब तक मैं समझ रहा हूँ, मगर अब वो जुडिशियरी पर आरोप लगा रहे हैं क्योंकि पूरी SIR जुडिशियरी के तत्वाधान में चल रही है. ബംഗാളിന്റെ മണ്ണിൽ നിന്നുമുള്ള ഒരാൾ തന്നെയായിരിക്കും BJP മുഖ്യമന്ത്രിയെന്നും അമിത്ഷാ പ്രഖ്യാപിച്ചതോടെ വരും ദിവസങ്ങളിൽ ബംഗാളിൽ പോരാട്ടം കൂടുതൽ ശക്തമാകുമെന്നുറപ്പായി. ജനം, ഡൽഹി.